ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കോക്കോസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് പെരുന്നാൾ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഇടാൻ കുറച്ച് വൈകി, ടൈമൊന്നും കിട്ടിയില്ല വോയിസ് ഓവറൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ഇന്നത്തെ പെരുന്നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കടെ വീട്ടുകാരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു ചെറിയ രീതിയിൽ ഉള്ളൊരു പെരുന്നാളാണ് കേട്ടോ. അങ്ങനെ വലിയ അടിച്ചുപൊളിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ചെറുതായിട്ട് ഇച്ചിരി ഇറച്ചിയും ചോറൊക്കെ വെച്ചിട്ട് കഴിക്കുക, പുറത്തൊന്ന് പോവുക. അതോടെ നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞു. അങ്ങനെ രാവിലെ തന്നെ എണീറ്റു, കുളിയെല്ലാം കഴിഞ്ഞു, നിസ്കാരമൊക്കെ കഴിഞ്ഞു, പുതിയ നൈറ്റിയൊക്കെ ഇട്ടു. ഈ നൈറ്റിയുടെ ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ തരാം കേട്ടോ. ഉണ്ടെങ്കിൽ ഞാനൊന്ന് ഇതിനകത്ത് കൊടുത്തേക്കാമേ. അപ്പോൾ ബീഫായിരുന്നു കേട്ടോ, തലേന്ന് മേടിച്ച ബീഫ് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടില്ല, പകരം താഴെ ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഡ്രോയറിലാണ് വെച്ചിരുന്നത് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പം. നമ്മൾ രാത്രി മേടിച്ചതാണ്. അങ്ങനെ ബീഫൊക്കെ നമ്മൾ നല്ലപോലെ കഴുകിയെടുക്കുകയാണ്. പിന്നെ കഴിഞ്ഞ 2 വർഷത്തെ പെരുന്നാളും നമുക്ക് അവിടെയാണ്. നമ്മൾ സൗദിയിലായിരുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ഒരു നേരം ആഹാരം വെച്ച് കഴിച്ച് കിടന്നുറങ്ങിയോ. അത് പ്രവാസികളാകുമ്പോൾ അങ്ങനെയാണല്ലോ. പിന്നെ കൂടെ നമ്മുടെ കോക്കോയും ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഞങ്ങളൊന്ന് പുറത്ത് പോയായിരുന്നു, അന്ന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ. അങ്ങനെ പിന്നെ രാവിലെ ഈ ചോപ്പറിനകത്തുണ്ടല്ലോ, നമ്മൾ പെട്ടെന്ന് നമുക്കിതെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. തലേ ദിവസം ഞാൻ രാത്രി എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുള്ളിയും വലിയ ഉള്ളിയൊക്കെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നല്ല എളുപ്പമാണ് നമുക്കിത് ക്ലീൻ ചെയ്യാനും ഇത് അരിഞ്ഞെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. പിന്നെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയെല്ലാം ഞാൻ തലേ ദിവസം തന്നെ ചതച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇറച്ചി കഴുകുക, ഈ അരപ്പുകൾ എല്ലാം ഒന്ന് ആക്കിയെടുക്കുക, കറി വേവിക്കുക എന്നുള്ള ഒരൊറ്റ പരിപാടിയുള്ളായിരുന്നു. പിന്നെ രാവിലത്തേക്കും ഉച്ചക്കത്തേക്കായിട്ട് ഞാൻ ഒറ്റ ട്രിപ്പാണ് കേട്ടോ കറി അങ്ങ് ആക്കിയത്. മുമ്പ് അങ്ങനെയൊന്നുമല്ല, രാവിലെ ഞാൻ ചിക്കൻ കറിയും അപ്പമാണ് കേട്ടോ ഞാൻ എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കാറ്. പക്ഷേ തലേദിവസം ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഇങ്ങനെ പോയതുകൊണ്ട് പച്ചരി വെള്ളത്തിൽ ഇട്ടില്ല കേട്ടോ, മറന്നുപോയി. അന്നേരം പിന്നെ വിചാരിച്ചു എന്തെങ്കിലും വേറെ ചപ്പാത്തി എന്തെങ്കിലും ആക്കാമെന്ന്. അങ്ങനെ പിന്നെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. ചപ്പാത്തിയും ഈ ബീഫ് കറിയാണ് രാവിലത്തെ കാപ്പിയായിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ബീഫൊക്കെ നല്ലപോലെ വാഷ് ചെയ്യാണ്. പിന്നെ ഇത്രയും പേർക്ക് പിന്നെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, അതിന് ഒരുപാട് വരുന്നില്ല, കുറച്ച് പേര് ഉണ്ടെന്നാലും. നെയ്ച്ചോറും ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും സലാഡ്, അച്ചാർ, പപ്പടം, ഇതൊക്കെയാണ് ഇന്ന് ഉച്ചയ്ക്കത്തെ നമ്മുടെ സ്പെഷ്യൽ വരുന്നത്. അപ്പോൾ ബീഫ് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്യുന്നതുകൊണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ബീഫായിരുന്നേ. പിന്നെ അവിടെ പിള്ളേരും ഇക്കായും പിള്ളേർ ഉറക്കമാണ്. ഇക്ക എണീറ്റിട്ടുണ്ടായിരുന്നു, പള്ളിയിൽ പോകാൻ വേണ്ടിയൊക്കെ കുളിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പൈസയും താണ്ടൊക്കെ വിളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്ന് കെട്ടിപ്പിടിക്കാം കേട്ടോ. വലിയ കൊച്ചായി കേട്ടോ. ഇപ്പം എൻ്റെ അത്ര ആവാറായി, ഇനി ഒരു ഇച്ചിരിയും കൂടിയേ ഉള്ളൂ. ആ കഷ്ടം എൻ്റെ ആമിമോൾ അവിടെ ചൂലുമായിട്ട് തൂക്കുകയാണേ. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്നായിട്ട് 2 പേരും പള്ളിയിൽ പോകും, സമയമായി എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ 2 പേരും കുളിച്ച് ഫ്രഷായിട്ട് പള്ളിയിൽ പോകണം കേട്ടോ. ആ സമയം കൊണ്ട് ഇവിടെ ഞാൻ കറിക്കുള്ള ഒരു വിധമൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിയും നീളത്തിലരിഞ്ഞ കുറച്ചും കൂടി ഭംഗിയാണ് എനിക്ക്. പക്ഷേ ഈ ചോപ്പർ ഉള്ളതുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞിടുന്നതാണ് കേട്ടോ കുറച്ചും കൂടി എളുപ്പം, പെട്ടെന്ന് വഴറ്റി കിട്ടും. അങ്ങനെ നല്ലപോലെ ഇട്ട് ഇളക്കി 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 എടുക്കുകയാണ്. അപ്പം നിങ്ങളൊക്കെ പെരുന്നാൾ എങ്ങനെയാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ 2 വർഷത്തിന് ശേഷം എല്ലാവരുടെയും കൂടെ ഇരുന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നതിലും വലിയ എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ നെയ്ച്ചോറിന് അരി കഴുകാൻ പോവാണ് കേട്ടോ.
അപ്പോഴത്തേനും ചിക്കൻ കൊണ്ടുവന്നതിനകത്ത് ഞാൻ മസാല പുരട്ടി തേച്ച് വയ്ക്കുകയാണ് കേട്ടോ. ഇതൊരു 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വറുക്കാമല്ലോ. അന്നേരം ഞാൻ കുറച്ച് മസാലയൊക്കെ നല്ലപോലെ 2 കാലൊക്കെ ഉണ്ട് കേട്ടോ. ആമയും പൈസയും പറഞ്ഞ ആമയ്ക്കും പൈസയ്ക്കും കാല് വേണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഇക്ക മേടിച്ചുകൊണ്ട് വന്നത് കേട്ടോ, കാല് വെട്ടാണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ കറിക്കുള്ള മസാല ആക്കാൻ വേണ്ടിയിട്ട് മസാല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ബീഫ് കറിയുടെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതിയേ. അങ്ങനെ രാവിലത്തെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ കുറച്ച് സലാഡ് ഉണ്ടാക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഇച്ചിരി കിട്ടുന്ന സമയം കൊണ്ട് ഞാനിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയിൽ കൂടി സലാഡ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതിനിടയിൽ കൂടി നെയ്ച്ചോറിനുള്ള പാത്രങ്ങൾ വെച്ചിട്ട് നെയ്ച്ചോറ് സെറ്റാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അരിയുടെ വെള്ളത്തിനൊരു ഇച്ചിരി കണക്കിൻ്റെ വ്യത്യാസം എനിക്കുണ്ടായിരുന്നു. പിന്നെ എന്നാലും എൻ്റെ ഒരു ഊഹം പോലെ ഞാനങ്ങ് ചെയ്തു. അങ്ങനെ പിന്നെ നമ്മൾ വേണ്ടേ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും സ്പൈസസും ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഒരിച്ചിരി വലിയ ഉള്ളിയും 2 പച്ചമുളകും കൂടെ കീറിയിട്ടുള്ളൂ. നിങ്ങളിങ്ങനെയാണോ നെയ്ച്ചോറ് വയ്ക്കുന്നത്? ഞാനിങ്ങനെ കേട്ടോ നെയ്ച്ചോറ് വയ്ക്കുന്നത്. പിന്നെ പുറത്ത് അത്യാവശ്യം നല്ല മഴ രാവിലെ മുതലുണ്ടായിരുന്നെങ്കിലും നല്ല ചൂടുണ്ട് കേട്ടോ അതുപോലെ തന്നെ. അപ്പോൾ ഇങ്ങനെ മഴയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് നിൽക്കുന്നത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മളുടെ ഇന്നത്തെ ഗസ്റ്റുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ വാപ്പമ്മ എൻ്റെ നാത്തൂൻ്റെ അമ്മായിയമ്മയാണ് കേട്ടോ. ഞങ്ങളും വാപ്പമ്മ എന്നാണ് കേട്ടോ വിളിക്കുന്നത്. പിന്നെ ഇവരൊക്കെ നാത്തൂന്മാരെ മക്കളാണ് കേട്ടോ. അപ്പോൾ ഒരാൾ ഇച്ചിരി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, ആ പുള്ളിക്കാരത്തിയാണിത്. ബാക്കിയുള്ളവരൊക്കെ പയ്യാണ് വന്നത് കേട്ടോ. അപ്പോൾ വാപ്പമ്മ ഇവരുടെ കൂടെ വാപ്പമ്മാനെയും കൂടെ കൊണ്ടുപോരുന്നു. വാപ്പമ്മ ഈ വീട് ആദ്യമായിട്ട് കാണാം കേട്ടോ. എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നത്. ആരും വന്നില്ലായിരുന്നു ഇങ്ങോട്ട്, ഇത്താമാർ മാത്രമേ വന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ പിന്നെ അവർക്ക് പിന്നെ ജ്യൂസൊന്നും അടിച്ചില്ല, പകരം തണ്ണിമത്തൻ കട്ട് ചെയ്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് അങ്ങനെ അവരെല്ലാവരും കഴിച്ചു. ആ സമയം കണ്ട് അവരൊക്കെ ഒന്ന് റെഡി ആവുകയാണെന്ന് ഒരുങ്ങിയാണ്. അവർ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ, ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ കൂടെ. ഞാനൊരു സൈഡിൽ കൂടി അവിടെ പാചകവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്ത് നമുക്ക് ഇച്ചിരി പരിപ്പ് കറി വയ്ക്കാമെന്ന് വെച്ചു കേട്ടോ. നെയ്ച്ചോറിന് ഞാൻ ഒഴിവാക്കിയതായിരുന്നു, പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട എന്നാലും കുറച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഈ ചിരവ ഉണ്ടല്ലോ, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ചിരവയിൽ നല്ലപോലെ തിരികെ കിട്ടും. അങ്ങോട്ട് വെച്ച് കറക്കേണ്ട കാര്യമുള്ളൂ. പറയുന്നതിന് മുന്നേ നമുക്ക് തേങ്ങ അവിടെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാനിവിടെ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർ കയറി നോക്കിയിരുന്നാൽ മതി കേട്ടോ. അതിനപ്പോഴത്തേനും തേങ്ങയൊക്കെ തിരികെ കൊണ്ടുവന്നപ്പോഴാണ് അവിടെ ഇത്ത വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനിടയിൽ കൂടി ഉപ്പാപ്പി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കണ്ട് ഉപ്പാപ്പിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിനെ വാപ്പുമ്പോൾ കണ്ട് ഉപ്പാപ്പിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് നമ്മുടെ വാപ്പാണ് കേട്ടോ, ഇക്കയുടെ വാപ്പാണ്. അപ്പോൾ പപ്പടം പൊരിക്കാൻ ഇക്കാടെ കൊടുത്തപ്പോൾ പപ്പടം കണ്ടില്ലേ, എനിക്ക് പൊള്ളിക്കാണ്ട് എണ്ണയിൽ മുക്കി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ ഓരോരുത്തരുടെ കലാപരിപാടികൾ അങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോഴത്തേനും ഇത്ത വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മൂത്ത ഇത്ത വന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അടുക്കളയിൽ ഇത്തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് വന്നു. അപ്പോഴത്തേനും ഞാൻ ഓൾമോസ്റ്റ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം എല്ലാവരും ഇരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറയണം. ആ കസരിരിക്കുന്ന കുട്ടി വവയുണ്ടല്ലോ, അത് നമ്മുടെ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലാണ് കേട്ടോ. അവൾ ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ് കേട്ടോ. നല്ല രസമാണ്, ഭയങ്കര ചിരിയാണ്. അങ്ങനെ പിന്നെ നമ്മൾ താണ്ടേ ഇത്താക്ക് ഹോസ്പിറ്റലാണ് വർക്ക്. അപ്പോൾ ഇത്താക്ക് ഇന്ന് ഉച്ച വരെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്ത ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം കേട്ടോ. അവളടുത്ത് ഭക്ഷണം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു സന്തോഷമല്ലേ. ഇല്ല, അവിടെ ഒരു പ്ലേറ്റിനകത്ത് ഫുഡ് വെച്ചിട്ട് ഇരിക്കുകയാണ്. ഇയാൾ ആ സമയത്ത് എനിക്ക് ഒന്ന് വീട് വരെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഇയാൾ ഓടിപ്പോയിട്ട് വന്നേരം ഞാൻ പോയി വിളിച്ചുകൊണ്ട് നിന്ന്, നിൻ്റെ ഇലക്കകത്ത് തന്നെ ഇവിടെ ചോറിട്ട് വെച്ചിരിക്കും, ഓടി വരാൻ പറഞ്ഞ്. അങ്ങനെ പിന്നെ ഞങ്ങളൊക്കെ റെഡി ആയിട്ടോ, പെരുന്നാക്കോടിയൊക്കെ ഇട്ട് റെഡിയായിട്ട് പുറത്തോട്ട് പോവുകയാണ്. പുറത്തോട്ട് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇത്രയും പേരുണ്ട് നമ്മുടെ വണ്ടിക്കകത്ത്. പിള്ളേർ സെറ്റ് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ, ഇത്താമാർ വന്നില്ല. പിള്ളേർ സെറ്റ് മാത്രമേ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോ കണ്ണടയൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ എല്ലാവർക്കും ഓരോ കണ്ണട കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ണിൽ വെച്ചോളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ തന്നെ നമ്മൾ വണ്ടിയിൽ കയറി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാടെ ഉമ്മയുടെ ഖബർസ്ഥാനിൽ പോവാണ് കേട്ടോ.
അപ്പം നമ്മളവിടെ പോയിട്ട് എവിടെയും പോകത്തുള്ളൂ. അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ, ഇപ്പോൾ ഉമ്മയും കണ്ട് സലാമൊക്കെ പറയണം. അപ്പം ഇവിടെ വന്നപ്പോഴത്തേനും കുറച്ച് സന്ധ്യയായി കേട്ടോ. ഭയങ്കര ട്രാഫിക്കായിരുന്നു. അതിന് പിന്നെ ഞങ്ങളിവിടെ ഇറങ്ങിയിട്ട് അവിടെ തൊട്ടപ്പുറത്ത് വീട്ടിൽ ഇവിടെ ബാക്ക് ഗേറ്റിൻ്റെ ചാവി ഉണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ അതും മേടിച്ചുകൊണ്ട് വന്നിട്ട് തുറന്ന് വീട്ടിൽ നിന്ന് ഇത്ത മുല്ലച്ചെടി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വെക്കാനുള്ള. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ. അങ്ങനെ മുല്ലച്ചെടി എടുത്തുകൊണ്ട് വന്നു. പിന്നെ മുല്ലച്ചെടി ഒക്കെ അവിടെ ഇങ്ങനെ കുഴിച്ചു വെച്ചു കേട്ടോ. ഉപ്പാപ്പി എല്ലാ വ്യാഴാഴ്ചയും വരും ഇവിടെ. പിന്നെ ഉപ്പാപ്പി പെരുന്നാളിൻ്റെ അന്ന് രാവിലെയും വന്ന് കുറേ നേരം ഇവിടെ കഴിഞ്ഞിട്ടാണ് ഉപ്പാപ്പി വീട്ടിലോട്ട് വന്നത്. അപ്പോൾ ഉപ്പാപ്പി എല്ലാ ദിവസവും വരാറുണ്ട് കേട്ടോ. ഉപ്പാപ്പിക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഉപ്പാപ്പി ഇവിടെ വരെ വരാറുണ്ട്. കുറച്ച് ദൂരമാണ് കേട്ടോ, നമ്മുടെ അവിടെ നിന്ന് കരിക്കോട് നിന്ന് കൊല്ലം വരെ വരണം. അപ്പോൾ ഒരു ഇച്ചിരി ദൂരമാണ്. പിന്നെ ഇക്കതാണ്ട് ചെടിയൊക്കെ നട്ട് വയ്ക്കുന്നുണ്ട്, മുല്ലച്ചെടിയാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബീച്ചിലേക്ക് വന്നത്. അപ്പോഴത്തേനും മഴയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു. പിന്നെ ഞങ്ങൾ ദാണ്ട് കുറച്ച് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ച് കഴിച്ചു. പിന്നെ അല്ലാത്ത കുറച്ച് പൊരിപ്പ് ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ പെരുന്നാൾ ആഘോഷം നമ്മൾ ദാണ്ട് ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞത്. ഈ വർഷത്തെ പെരുന്നാൾ ഇങ്ങനെ അങ്ങ് പോയി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യുക. ആഹാ, പൈനാപ്പിളിന് എന്താ ടേസ്റ്റ് ഉപ്പിലിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൽ. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ലൈക്കും കൂടെ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.